ഹലോ, എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഭംഗിയുള്ള ക്രോഷ്യ വർക്ക് ചെയ്ത ലെനിൻ്റെ ഒരു സാരിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് ക്രോഷ്യ എല്ലാ സാരിയിലും എല്ലാ മെറ്റീരിയലിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നല്ല ഒരു നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ആ സാരിയിലാണ് ഞാൻ ഇന്ന് ക്രോഷ്യ വർക്ക് ചെയ്തത്. അപ്പോൾ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് സാരി. നല്ല ഒരു സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ്. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പാർട്ടി വെയർ ആയിട്ട് ഉടുക്കാം, അല്ലാതെ ഓഫീസ് പോകുമ്പോഴൊക്കെ ഉടുക്കാം. നമുക്ക് ഞാൻ കളറ് കൊടുത്തിരിക്കുന്നത് പിങ്ക് കളറാണ്. ഇതാണ് സാരി. നിറയെ കുഞ്ഞു പൂക്കളായിട്ടുള്ള ഒരു ബ്ലൂവും ഗ്രേയും ഡാർക്ക് ബ്ലൂ ഗ്രേ അങ്ങനെയൊക്കെയാണ് കളറ്. ഇടയ്ക്ക് പിങ്ക് കളറുള്ള കുഞ്ഞു പൂക്കളുണ്ട്. അപ്പോൾ ആ ഇടയ്ക്കുള്ള കളറാണ് ഞാൻ ബോർഡർ വർക്ക് കൊടുത്തത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് എല്ലാവർക്കും ചേരുന്ന ഒരു സാരിയാണ്, എല്ലാവർക്കും ചേരും. നമുക്ക് ഇത് ഡെയിലി വെയറായിട്ടും ഉടുക്കാം, അല്ലാതെ നമുക്ക് പാർട്ടി വെയറായിട്ടും ഉടുക്കാം. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡർ. ഇങ്ങനെയാണ് കൊടുത്തത്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എപ്പോഴും ഞാൻ ബോർഡറിൽ ലേസ് വർക്കായിട്ട് ഞാൻ ഇതുപോലുള്ള വർക്ക് തന്നെയാണ് കൊടുക്കൽ. ചിലപ്പോൾ ഡിസൈൻ ഒന്ന് മാറ്റും. അപ്പോൾ ഇത് സിമ്പിൾ ഡിസൈനാണ്. സിമ്പിൾ സാരിക്ക് എപ്പോഴും സിമ്പിൾ ഡിസൈനാണ് ഭംഗിയുണ്ടാവുക. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഉടുത്തപ്പോഴും നല്ല ഭംഗിയുണ്ട്. ഉടുത്താൽ ആർക്കും ഉടുത്താൽ ഒരു നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്, ലെനിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് അഴിച്ചിടണമെങ്കിൽ അഴിച്ചിടാം, അതെല്ലാം ഇങ്ങനെ അട്ടിക്കിടണമെങ്കിൽ അട്ടിക്കിടാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉടുക്കാം. അപ്പോൾ ഇത് അതേപോലെ തന്നെ നമ്മൾ ഏത് രീതിയിൽ ഉടുത്തു കഴിഞ്ഞാലും അതുപോലെ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഗൈസ്, ഇത് നല്ലൊരു ക്രോഷ്യ, സിമ്പിൾ ഒരു ക്രോഷ്യ വർക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഒന്ന് നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ അതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. നല്ലൊരു മേക്കിംഗ് വീഡിയോ ആണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പഠിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ സാരി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ക്രോഷ്യ വർക്ക് ചെയ്ത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. അധികം വിലയൊന്നും ഇല്ല ഈ സാരിക്ക്. അപ്പോൾ നമ്മൾ അധികം വില ഇല്ലാത്ത സാരി വാങ്ങിച്ചിട്ട് ഇതുപോലെ ക്രോഷ്യ വർക്ക് ചെയ്ത് അതിന് വില മാറ്റിക്കാൻ നല്ലൊരു വിലയുള്ള സാരി ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും ഒരു 3000-3500 രൂപയുടെ സാരിയായി ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇതിന് അത്രയും വില കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം നമ്മളിങ്ങനെ വർക്കെല്ലാം ചെയ്ത് ഒരു സാരി കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും മിനിമം ഒരു 3500 രൂപയെങ്കിലും കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എഫേർട്ടിൻ്റെ കൂലി നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ അതിൻ്റെതും എല്ലാറ്റിൻ്റെയും കൂടി നമുക്ക് അത്ര പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സാരി ഇപ്പോൾ ഈയിടെയായിട്ട് സെയിലായി. ഇതുപോലെ ഞാൻ സിമ്പിൾ സാരി വാങ്ങിക്കും, അതിൽ ക്രോഷ്യ വർക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ 3500, 4000, 4500 ആ റേഞ്ചിൽ ഞാൻ സാരി സെയിൽ ചെയ്യാറുണ്ട്. സാരി തന്നെയായിട്ടാണ് സെയിൽ ചെയ്യാറ്. ആരും അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതുപോലുള്ള സാരി കിട്ടിക്കഴിഞ്ഞാൽ ക്രോഷ്യ ചെയ്ത് ഒന്നെല്ലാവരും ക്രോഷ്യ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഞാൻ ഒരുപാട് മേക്കിംഗ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെയിലി എന്ന് പറഞ്ഞ കണക്കിന് ഞാൻ ഓരോ മേക്കിംഗ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാരിയിൽ എങ്ങനെയാണ് ക്രോഷ്യ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഇന്നലെയും പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്ന് എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെ സാരി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സാരിയുടെ സാരി മൊത്തത്തിൽ അങ്ങോട്ട് മാറും നമ്മൾ ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ ഇത് സിമ്പിൾ സാരിയാണ്, അധികം റേറ്റ് ഒന്നും ഇല്ലാത്തൊരു സാരിയാണ്. അപ്പോൾ ക്രോഷ്യ വർക്ക് ചെയ്യുമ്പോഴും കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ഉടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും ഭംഗിയാണ്. ഗ്രേ കളറാണ് ബോർഡർ ഉള്ളത്. അതിന് പിങ്ക് ഞാൻ ലേസ് വർക്ക് കൊടുത്തു, ക്രോഷ്യയുടെ വർക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഈ സാരിയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കളറെന്ന് വെച്ചാൽ ഈ സാരിയിൽ അധികം ഇല്ലാത്തൊരു കളറാണ് എടുത്തത്. അതായത് ഇതിലേറ്റവും കൂടുതൽ ഗ്രേ കളറും ഡാർക്ക് ബ്ലൂവും ഒരു ഗ്രീൻ പോലുള്ള ഒരു കളറൊക്കെയാണ് ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് പിങ്ക് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട്. ആ പിങ്ക് കളറാണ് ഞാൻ ബോർഡർ എടുത്തത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ സാരിയിൽ ഏറ്റവും കുറവ് ഏതാണോ കളറുള്ളത്
അതായിരിക്കണം ബോർഡർ ചെയ്യാൻ, എങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ അതിൻ്റെ ആ ബോർഡറിൻ്റെ കളർ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലൗസ് ഇടണം. ബോർഡറിൻ്റെ കളറാണ് ബ്ലൗസ് ഇടേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഗ്രേ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഈ പിങ്കിൻ്റെ ബ്ലൗസ് ഇടണം, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ഒരുപാട് സാരീസ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ക്രോഷ്യ ചെയ്ത് പിന്നെ സാരിയിൽ വർക്ക് ചെയ്യുക. എനിക്കൊരു കമൻറ്റ്സ് ഇടാൻ മറക്കരുത്, അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഞാൻ ഒരുപാട് മേക്കിംഗ് വീഡിയോസ് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് എങ്ങനെയാണ് ക്രോഷ്യ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതേ വർക്കിൻ്റെ വീഡിയോസാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിൽ ആദ്യം തൊട്ട് അവസാനം വരെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അത് ആ വീഡിയോ കാണുക. ഓക്കെ, എന്നിട്ട് പിന്നെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ സാരി ആവശ്യമുണ്ടെങ്കിൽ ഒരു കമൻറ്റ്സ് എഴുതുക. പിന്നെ അല്ലെങ്കിൽ എൻ്റെ ഇതിൽ പ്രൊഫൈലിൽ നമ്പറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഞാൻ സാരി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 3500 ആണ് സ്റ്റാർട്ടിങ് റേറ്റ്. അതിന് പിന്നെ അങ്ങോട്ട് പോകും, സാരിയുടെ വർക്ക് അനുസരിച്ചിട്ടാണ്. അതുപോലെ സാരിയുടെ കോസ്റ്റ് അനുസരിച്ചിട്ട്, മെറ്റീരിയലിന് എത്ര കോസ്റ്റ് വരുന്നത് അതനുസരിച്ചും സാരിയുടെ ഉള്ള വർക്ക് അനുസരിച്ചിട്ടാണ് പൈസ വാങ്ങിക്കുന്നത്. ഓക്കെ.